ആരുമറിയാതെ കഴിഞ്ഞ 7 വർഷത്തോളമായി മനസ്സിൽ കാത്തുസൂക്ഷിച്ച പ്രണയം. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹാശീർവാദങ്ങളോടെ ഒരാഴ്ച മുമ്പായിരുന്നു നടൻ ജോർജ് കോരയുടെയും വധു ഗ്രേസ് സക്കറിയയുടെയും വിവാഹ നിശ്ചയം. ഇപ്പോഴിതാ ഒരാഴ്ചയ്ക്കിപ്പുറം ഗ്രേസ് സക്കറിയയുടെ കഴുത്തിൽ മിന്നുകെട്ടിയിരിക്കുകയാണ് ജോർജ് കോര. വിവാഹ ചടങ്ങിലും വിവാഹ നിശ്ചയത്തിലുമെല്ലാം അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. എങ്കിലും അതിനുശേഷം നടന്ന റിസപ്ഷനിൽ നിരവധി താരങ്ങളാണ് ഒഴുകിയെത്തിയത്. ചെറുതും വലുതുമായ സുഹൃത്തുക്കളും നടനും ഗ്രേസിനും ഗുരുസ്ഥാനത്തുള്ളവരുമായി നിരവധി പേരാണ് റിസപ്ഷനിലെത്തി ഇരുവർക്കും ആശംസകൾ നേർന്നതും. നടനും സംവിധായകനുമൊക്കെയായ ജോർജ് കോര പ്രേമം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. ആ ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ ജോർജ് കോരയ്ക്ക് മലയാളി മനസ്സുകളിൽ ഇടം നേടുവാൻ സാധിച്ചിരുന്നു. ജാനകി ജാനെ, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ക്രിസ്റ്റി തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ സജീവമായ ജോർജിന്റെ മോഡൽ ഗ്രേസ് സക്കറിയുമായുള്ള 7 വർഷത്തോളം നീണ്ട പ്രണയമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഇരുവരും പ്രണയം മുന്നോട്ട് കൊണ്ടുപോയത്. അധികം ആർക്കും തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന കാര്യം അറിയുമായിരുന്നില്ല. വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചാണ് പലരും ഇരുവരും ഒളിച്ചുവെച്ച പ്രണയം പുറത്തിറങ്ങിയത്. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുവരും പങ്കുവച്ചപ്പോഴാണ് നിശബ്ദമായി മുന്നോട്ട് കൊണ്ടുപോയ ഈ പ്രണയം ആരാധകരും അറിഞ്ഞത്. റിസപ്ഷനിൽ പേളി മാണിയും ഭർത്താവ് ശ്രീനിഷും നടിയും അവതാരകയുമായ മീനാക്ഷി രവീന്ദ്രനും നടനും സംവിധായകനുമായ ജോണി ആന്റണിയും നടന്മാരായ ഷറഫുദ്ദീനും നീരജും നടി സാനിയ അയ്യപ്പനുമെല്ലാം ചടങ്ങിൽ എത്തിയിരുന്നു. ഇവരുമായെല്ലാം അടുത്ത സൗഹൃദമാണ് ജോർജ് കോരയ്ക്ക് ഉണ്ടായിരുന്നത്. ജോർജിന് മാത്രമല്ല, ജോർജ് വഴി ഗ്രേസുമായും ഇവർക്ക് വലിയ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. ആദ്യം വൈറ്റ് ഗൗണിൽ വേദിയിലേക്കെത്തിയ ഗ്രേസ് സക്കറിയ പ്രിയപ്പെട്ടവർക്കൊപ്പം കേക്ക് മുറിച്ച ശേഷം ഓറഞ്ച് സാരി ഉടുത്താണ് റിസപ്ഷനിൽ ഉടനീളം നിന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇരുവരുടെയും നിരവധി സിനിമാ താര സുഹൃത്തുക്കളാണ് പങ്കെടുത്തതും. എഴുത്തിലൂടെ സിനിമാ ജീവിതം തുടങ്ങി പിന്നെ അഭിനേതാവായും തിരക്കഥാകൃത്തായും സംവിധായകനായും മാറിയ വ്യക്തിയാണ് ജോർജ്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയ്ക്കായി അൽത്താഫ് സലീമിനൊപ്പം തിരക്കഥാകൃത്തായും ഡൗൺ സിൻഡ്രോം ബാധിച്ച ഗോപികൃഷ്ണൻ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച തിരികെ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായുമെല്ലാം ജോർജ് കോര പ്രേക്ഷകർക്ക് മുന്നിൽ എത്തി. 2023 തോൽവി FC എന്നൊരു ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.